വെൽക്കം ടു ലെറ്റ്സ് റിവ്യൂ. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് യുണീബിക് എന്ന ബ്രാൻഡിൻ്റെ മില്ലറ്റ് പോപ്പ് ക്രിസ്പ് നോട്ട് ഫ്രൈഡ് 90% ഫാറ്റ് ഫ്രീ സ്വീറ്റ് ചില്ലി ഫ്ലേവർ. ഇത് നമ്മൾ ഈ ലേസൊക്കെ പോലത്തെ ഒരു ചിപ്സാണ്. ഈ മില്ലറ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ചോളമാണെന്നാണ്. മീൻസ് ആയിരുന്നു ഇൻഫർമേഷൻ 90% ഫാറ്റ് ഫ്രീ, 100% popped, 60% less fat than fried chips, made with millet and a burst of sweet chili. പിന്നെ വേറെ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇത് സ്വീറ്റ് ചില്ലിയാണ്. വേറെ എന്താണ്, മസാല ട്വിസ്റ്റ് ഉണ്ട്, സ്പൈസ് ആൻഡ് ഹെർബ്സ് ഉണ്ട്, പിന്നെ ക്രീം ആൻഡ് ഒണിയനാന്ന് തോന്നുന്നു. ഇതൊക്കെയുണ്ട്. ഇതിന് 50 രൂപ കേട്ടോ. ഇത് റേറ്റ് എന്ന് പറയുമ്പോൾ 50 രൂപയാണ്. പിന്നെ 6 മാസമാണ് എൻ്റെ എക്സ്പയറി പീരീഡ്. 40 ഗ്രാംസാണ് വെയിറ്റ് പറയണേ. അതാണ് ബേസിക് ഇൻഫർമേഷൻസ്. എന്തെങ്കിലും ഉണ്ടോ? വെജിറ്റേറിയനാണ്. ഇതാണ് ബേസിക് ഇൻഫർമേഷൻ. ബാക്കി ഇൻഫർമേഷൻ ഇവിടെ വീഡിയോ ആയിട്ട് സ്ലൈഡായിട്ട് ഇട്ടേക്കാം. താല്പര്യമുള്ളവരൊന്ന് പോസ്റ്റ് ചെയ്താൽ മതി. നമുക്കിനി ഇത് നേരെ ആദ്യം തന്നെ ഇതിൻ്റെ വെയിറ്റ് നോക്കാം. ഇതിപ്പോൾ 40 ഗ്രാം എന്ന് പറയുന്നത് 40 ഗ്രാമിനുണ്ടോ എന്ന് തന്നെ നോക്കാം. 48 ഗ്രാം കാണിക്കുന്നുണ്ട്. അതിന് മൊത്തം കവറിൻ്റെ വെയിറ്റും പിന്നെ എയറിൻ്റെയൊക്കെ ആയിരിക്കും. നമുക്കിത് പൊട്ടിച്ചിട്ടൊന്നും കൂടി ഇതിൻ്റെ വെയിറ്റ് നോക്കണം. നമ്മളിപ്പോൾ ഇത് പൊട്ടിക്കാൻ പോവാണ്. നമുക്ക് ഇങ്ങനെ ഇവിടെ പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കാൻ സ്ട്രൈറ്റ് ആയിട്ട് തുറന്നു വരാറുണ്ട് സാധാരണ. ഇതങ്ങനെ തുറന്നിട്ട് നോക്കട്ടെ. ഓക്കെ, തെറിച്ചില്ല. സോ ഇങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. വേറെ വേസ്റ്റേജ് ഒന്നും പ്ലാസ്റ്റിക് ഒന്നും കട്ടുന്നില്ല. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള ചിപ്സ്. കണ്ടല്ലോ, ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ചിപ്സിൻ്റെ ലുക്ക്. ഇതാണ് ചിപ്സ്. നമുക്കിതൊന്ന് പുറത്തെടുത്ത് വെയിറ്റ് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നമുക്ക് നോക്കാം. ചിപ്സ് മാത്രമായിട്ട് എത്ര വെയിറ്റ് ഉണ്ടെന്ന്. കറക്റ്റ് 40 ഗ്രാം ഉണ്ട്. ഇതിനകത്തുള്ള പൊടിയൊക്കെ ഉൾപ്പെടെ ഞാൻ നോക്കിയിട്ടാണ് കറക്റ്റ് 40 ഗ്രാം ആയത്. അതായത് ഇതിനകത്തുള്ള എയറും ഈ ഒരു കവറുമായിട്ട് ഒരു 8 ഗ്രാം അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 40 ഗ്രാംസാണ് എൻ്റെ ഇത്. നമുക്ക് ഈ കവറിനെ കൂടി വെയിറ്റ് നോക്കിയാലേ, ഇങ്ങനെ നോക്കിയാലേ കവറ് വേണ്ട, കവർ തന്നെ ഒരു 8 ഗ്രാം വെയിറ്റ് കവറിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് മാത്രം 40 ഗ്രാംസ്, കറക്റ്റ് 40 ഗ്രാം ഉണ്ട്. മുകളിലൊന്നുമല്ല, കറക്റ്റ് 40 ഗ്രാം. അല്ലേ, ഇതാണ് നമ്മുടെ ഈ യുണീബിക്കിൻ്റെ ചിപ്സിൻ്റെ ലുക്ക് തന്നെയത്. ഉണ്ടല്ലോ, റൗണ്ടാണ്, കറക്റ്റ് റൗണ്ടാട്ടോ. പിന്നെ ഫ്ലാറ്റുമാണ്. അങ്ങനെ ചെറിയൊരു ലേസൊക്കെ പോലെ വേറെ ഷേപ്പല്ല, പ്രിങ്കിൾസിൻ്റെ ഷേപ്പൊന്നുമില്ല, കറക്റ്റ് ഫ്ലാറ്റ് പോലെയാണ്. ഇതുപോലെ ചെറിയ പപ്പടമില്ല, ഭയങ്കര ചെറിയ പപ്പടം പോലെയുണ്ട് കണ്ടിട്ട്. ഇതാണ് എൻ്റെ കളറ്. അതിനകത്ത് എന്തൊക്കെയോ ചെറിയ ചെറിയ എയറിൻ്റെ മിക്സൊക്കെ ഉണ്ട്, എന്താണെന്നറിയില്ല. നമുക്ക് ഇൻഗ്രീഡിയൻസ് വായിക്കാൻ മനസ്സിലാവും എന്തൊക്കെയാണ്. ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റ് ആണെന്ന് നോക്കട്ടെ. സ്മെല്ല് അപ്പം എന്തോ ചെറിയൊരു ഒരു മസാലയൊക്കെ ഉണ്ട് അതിൻ്റെ സ്മെല്ലിന്. വേറെ വലിയ സ്മെല്ലൊന്നുമില്ല. ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് വൈസും പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം. അതിൻ്റെ മസാല എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നതല്ല. ഒരു എരിവുണ്ട്, ചെറിയൊരു മസാല പോലത്തെ ഫ്ലേവറൊക്കെ ഉണ്ട്. ഇനി ലേസ് വെച്ച് കമ്പയർ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടം തോന്നിയില്ല. പക്ഷേ ഇതിനൊരു ഇതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട് എന്നറിയാം. നമ്മളിപ്പോൾ ലേസ് കഴിക്കണം, ലേസ് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് എൻ്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല. എന്നാലും ഇതിന് 50 രൂപയാണ്. 40 ഗ്രാമാണ് 50 രൂപ. പക്ഷെ അതൊരു എയർ ടൈപ്പ് എന്നാണ് ചിപ്സ്, അതിൻ്റെ ഒരു ഇതാണ്. എനിക്കെന്തായാലും ഇത് കഴിച്ചിട്ട് വലിയ സാറ്റിസ്ഫൈഡ് ആയില്ല അതിൻ്റെ ടേസ്റ്റ് വെച്ച്. ഈ ടേസ്റ്റ് ഇനി പുതിയ ടേസ്റ്റ് ചെയ്തോണെന്ന് അറിയില്ല, നമുക്കത്ര ഇഷ്ടപ്പെടാൻ വഴിയില്ല. പക്ഷേ ഞാൻ കഴിക്കുന്ന ലേസ് അല്ലെങ്കിൽ കുർക്കുറെ പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ബിങ്കോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ടെക്സ്ചർ തന്നെ കടിക്കുമ്പോൾ ഒരു വേറൊരു ഫീൽ പോലെയാണ് അതിൻ്റെ ടെക്സ്ചറിനും.
എന്തായാലും എനിക്ക് വലിയ താല്പര്യം, ഇത് വാങ്ങിച്ച് കഴിക്കാൻ ചാൻസ് ഇല്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഒന്ന് ട്രയലായിട്ട് തന്നെ ഞാൻ ഒന്ന് വാങ്ങിച്ചതെന്നുള്ളൂ. അല്ലാണ്ട് ഇത് വീണ്ടും വീണ്ടും വാങ്ങിക്കാനുള്ള ആ ഒരു ടേസ്റ്റ് ഇതിനില്ല. നമുക്ക് അവർ ഇമ്പാക്റ്റ് ഇത് കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് അറിയില്ല ഇത് പുതിയ സ്നാക്സ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു മീ, എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതിന് അത്ര ടേസ്റ്റ് ഒന്നുമില്ല, ഒരു ഇമ്പാക്റ്റുള്ള ടേസ്റ്റ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് ക്യൂരിയസ് ആണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ട്രയൽ നോക്കാമെന്നുള്ളൂ. ചിലവർക്കിപ്പോൾ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റൊക്കെ എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. സോ ഇത് നമ്മൾ ലേസോ ബിങ്കോ ഒക്കെ കമ്പയർ ചെയ്ത് നമ്മൾ അതിന് തന്നെ പോളൂ. ഈ സാധനം ആ ഒരു ഇമ്പാക്റ്റ് ഇതായിട്ട് കൊണ്ടുവന്നിട്ടില്ല. സോ എന്തായാലും ഇതാണ് ഇപ്പോൾ സാധനം. താല്പര്യമുള്ളതെന്ന് ട്രയൽ വയ്ക്കുക. അതാണ് ഇപ്പോൾ എൻ്റെ റിവ്യൂ. അതായത് ഈ യൂണിബിക്കിൻ്റെ മില്ലറ്റ് പോപ്പ് ക്രിസ്പ്, അതിൻ്റെ റിവ്യൂ ആണിത്.